നമ്മൾ ഇന്ന് ഒരുമിച്ചാണ് പോകുന്നത്. എൻ്റെ കാറിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഗിരി എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? എൻ്റെ കൂടെയല്ലേ വരുന്നത്. എന്താ ഗിരിയുടെ പ്രശ്നം? എനിക്കത് ചെയ്യേണ്ടി വന്നു ശ്യാമേട്ട. എന്ത്? ശ്യാമേട്ട ഇതുവരെ പോയില്ലേ? ആ ഇല്ല. ഗിരി, നമ്മൾ ഇന്ന് ഒരുമിച്ചാണ് പോകുന്നത്. എൻ്റെ കാറിൽ. ഗിരി ഇന്ന് കാർ എടുക്കണ്ട. അല്ല, അത് പിന്നെ നമ്മൾ രണ്ടാളും രണ്ടു വഴിക്കല്ലേ ശ്യാമേട്ട? അതിനെന്താ, ഞാൻ ഗിരിയെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിക്കോളാം. വൈകിട്ട് വന്ന് പിക്ക് ചെയ്യുകയും ചെയ്തോളാം. എന്താ? എന്തിനാ ശ്യാമേട്ട? എനിക്ക് വേറെ കാറുള്ളപ്പോ ശ്യാമേട്ട വെറുതെ ബുദ്ധിമുട്ടുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. പോകുന്ന വഴിക്ക് നമുക്കൊരു സ്ഥലത്തുനിന്ന് കയറണം. ജസ്റ്റ് 20 മിനിറ്റ്സ്. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? എവിടെയാണെന്ന് പറഞ്ഞില്ല. പറയാം, ഞാനല്ലേ കൂടെ. വാ. ഹലോ. ആ സാർ, ഞാനിതൊരു അല്പം ലേറ്റ് ആവും. ഇല്ലില്ല, ഏറിയാൽ ഒരു ഹാഫ് ആൻ അവർ. ഓക്കെ സാർ, താങ്ക് യു. നമ്മളിനിയും എങ്ങോട്ടാണെന്ന് ശ്യാമേട്ടൻ പറഞ്ഞില്ലല്ലോ. ഇതെങ്ങോട്ടാ ശ്യാമേട്ട? പറഞ്ഞിട്ടെങ്കിലും പൊക്കൂടെ? ശ്യാമേട്ട, ഇത് നമ്മുടെ രണ്ടുപേരുടെ ഓഫീസിലേക്കുള്ള വഴിയല്ലല്ലോ. എനിക്ക് വഴിയൊന്നും തെറ്റിട്ടില്ല ഗിരി, താനും നടങ്ങ. അല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലെത്തേണ്ട കാര്യമുണ്ടായിരുന്നു. എനിക്കും. ഗിരി എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? എൻ്റെ കൂടെയല്ലേ വരുന്നത്. എന്തായാലും നമ്മൾ അന്യരൊന്നും അല്ലല്ലോ. ഗിരിയുടെ അളിയനല്ലേ ഞാൻ. നമ്മളെന്താ ഇവിടെ? ശ്യാമേട്ട, സമയം പോകുന്നു. ഇന്ന് ഓഡിറ്റിംഗ് ഉള്ളതാ. ശ്യാമേട്ടനാണെങ്കിൽ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. എന്താ എന്താ ശ്യാമേട്ട പ്രശ്നം? അത് തന്നെ എനിക്ക് അറിയേണ്ടത്. എന്താ ഗിരിയുടെ പ്രശ്നം? പ്രശ്നോ? എനിക്കെന്ത് പ്രശ്നം? ശ്യാമേട്ടന് എന്ത് പറ്റി? പറ്റിയത് എനിക്കല്ലല്ലോ, ഗിരിക്കല്ലേ. എനിക്കോ? എനിക്കെന്ത് പറ്റാൻ? ഇന്നലെ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്താ ഉണ്ടായത്? ആരാ നിങ്ങളെ ഫോളോ ചെയ്തത്? അയാൾക്ക് എന്താ വേണ്ടത്? ഗിരി എന്തിനാ അയാളെ ഭയക്കുന്നത്? ശാലിനി എന്തെങ്കിലും? എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയില്ലല്ലോ ഗിരി. ആ അൺനോൺ പേഴ്സൺ, അയാളെക്കുറിച്ച് ഞാൻ ചോദിച്ചത്. പറയതി, ആരാണ് അയാൾ? അത് പിന്നെ ആരോ ഒരാൾ. മോട്ടീവ് റോബറി തന്നെ ആവണം. വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ടെന്ന് കരുതി ഞാൻ വേഗം ശാലിനിയും കൊണ്ടിങ്ങി പോന്നേ ഉള്ളൂ. നോ, അല്ല. അയാൾ കേവലം ഒരു പിടിച്ചുപറിക്കാരൻ മാത്രമാണെങ്കിൽ ഗിരി അയാളെ ഇങ്ങനെ ഭയക്കില്ല. ചെന്നൈ മുതൽ അയാൾ ഇങ്ങനെ ഗിരിയെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ശരിയല്ലേ? ഗിരി എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു, ആരെയൊക്കെയോ ഭയക്കുന്നു. പറ ഗിരി, എന്താ ഗിരിയുടെ പ്രശ്നം?
ഹണിമൂൺ യാത്രക്കിടയിൽ ചെന്നൈയിൽ പോയ വിവരം ഗിരി ബോധപൂർവമല്ല ഞങ്ങൾ ഇന്ന് മറച്ചു വെച്ചത്. അതെന്തിനായിരുന്നു? അന്ന് ചെന്നൈയിൽ വെച്ച് ഒരു രാത്രി ശാലുവിനെ മാത്രം ഹോട്ടൽ റൂമിൽ തനിച്ചാക്കിയിട്ട് ഗിരി എവിടേക്കാ പോയത്? എനിക്കത് അറിയണം ഗിരി. ഗിരിക്കറിയാവല്ലോ, ശാലിനി അവൾ എന്റെ ജീവന്. അവൾക്ക് വേണ്ടി മാത്രമാ ഞാൻ ജീവിക്കുന്നത്. എല്ലാവരും പറയുന്നത് പോലെ അവളുടെ കാര്യത്തിൽ ഞാനൊരു അല്പം സ്വാർത്ഥനാണ്. അവളുടെ കൈ പിടിച്ച് ഗിരിയെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ സന്തോഷിച്ചു, അതിലേറെ അഭിമാനിച്ചു. കാരണം ഗിരി എന്തുകൊണ്ടും യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണെന്ന് എനിക്കറിയായിരുന്നു. അവളെ ഗിരി പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതം കണ്ട് ഞാൻ സ്വയം മറന്ന് ആഹ്ലാദിച്ചു പോയിട്ടുണ്ട്. എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്നും ഇങ്ങനെ തന്നെ ആവണേ എന്നുള്ളുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഗിരി, എന്റെ ശാലുവിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു ദുരന്തത്തിന്റെ പൊട്ടുപോലും ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരിക്കലും ഞാനത് അനുവദിക്കില്ല. ശ്യാമേട്ട ശാലുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം ഞാൻ എൻ്റെ ഗംഗേച്ചിയെ സ്നേഹിക്കുന്നുണ്ട്. ശ്യാമേട്ടനറിയാലോ, ഒന്ന് കൈവിട്ടു പോയാൽ ഏത് നിമിഷവും താഴെ വീണ് ചിതറിപ്പോയേക്കാവുന്ന ഒരു ചില്ലുപാത്രം പോലെയാ എൻ്റെ ഗംഗേച്ചി. ആ ഗംഗേച്ചിയുടെ ജീവിതത്തിലും ശ്യാമേട്ടൻ പറഞ്ഞ പോലെ ദുരന്തത്തിൻ്റെ ഒരു പൊട്ട് പോലും വീഴാൻ പാടില്ല എന്ന് ഈ സഹോദരന് നിർബന്ധമുണ്ട്. ശ്യാമേട്ട ശാലിനിക്ക് വേണ്ടിയാണ് ആ രേണുക ഉപേക്ഷിച്ചതെങ്കിൽ, ഗംഗേച്ചിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടോ ശ്യാമേട്ട? ഗിരി എന്താ ഉദ്ദേശിച്ചത്? യെസ്, എനിക്കത് ചെയ്യേണ്ടി വന്നു ശ്യാമേട്ട. എന്താ ഗിരി, നീ എന്ത് ചെയ്തെന്ന് നീ പറയുന്നത്? പറ, നീ എന്താ ചെയ്തത്? എന്റെ ഗംഗേച്ചിയുടെയും ശ്യാമേട്ടന്റെയും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ രേണുക ഇനി ഒരിക്കലും ഒരു കരടായി അവശേഷിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്കതിനൊരു അവസരം വീണ് കിട്ടുകയും ചെയ്തു. ചെന്നൈയിൽ വെച്ച് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിനിടയിൽ. അതെ ശ്യാമേട്ട, എനിക്കത് വേണ്ടി വന്നു. ഞാൻ രേണുകയെ ഗിരി, എന്നെ രക്ഷിക്കണം ശ്യാമേട്ട. തൽക്കാലം ശ്യാമേട്ടൻ ആരോടും പറയരുത്. പക്ഷെ ക്രിസ്റ്റി, അയാൾ എല്ലാത്തിനും സാക്ഷിയാണ്. ഏക ഐവിറ്റ്നസ് അയാൾ മാത്രം. അയാൾ എന്നെ ഫോളോ ചെയ്യാ. ശ്യാമേട്ടൻ എന്തൊന്നും പറയാത്തെ? ശ്യാമേട്ടൻ,
സോറി ടീച്ചർ, ഞാൻ വന്നു നോക്കിയപ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്ന കണ്ടു. പുറത്തെങ്ങും ആരെയും കണ്ടതുമില്ല. ആകെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് കയറി നോക്കിയത്. ഇവിടെ ടീച്ചർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പെൺമക്കളെ മാത്രം പ്രസവിക്കാൻ വിധിക്കപ്പെട്ട അമ്മമാരുടെ എല്ലാം വിധി ഒടുക്ക അതുതന്നെയാണല്ലോ സർ. രാധികയും ധനപാലനും മറ്റും അവരും പോയി. രേണുകയെപ്പോലെ അവരും എന്നെ ഉപേക്ഷിച്ചു പോയി. ഒടുവിൽ ഞാൻ മാത്രമായി ഇവിടെ. ധനപാലനും രാധികയും എങ്ങോട്ട് പോയെന്നാണ് ടീച്ചർ പറയുന്നത്? ധനപാലന്റെ വീട്ടിലേക്ക് തന്നെയാകണം. പോകാൻ മറ്റൊരിടവും ഇല്ലാത്തത് എനിക്ക് മാത്രമാണല്ലോ. അല്ല, അവരെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറാകാൻ? ഞാനെന്ന് സാറിനോട് അവനെക്കുറിച്ച് പറഞ്ഞൊന്നും രാധികയ്ക്കും ധനപാലനും തീരെ പിടിച്ചിട്ടില്ല. അതിന്റെ പേരിൽ അവര് തമ്മിൽ വഴക്കുണ്ടായി. അല്ല, രാധികയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. സ്വന്തം ഭർത്താവിനെ കുറിച്ച് മറ്റൊരാൾ കുറ്റം പറയുമ്പോൾ അത് പെറ്റമ്മയാണെങ്കിൽ കൂടി ഒരു ഭാര്യയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരെക്കാളും കൂടപ്പിറപ്പുകളെക്കാളും എല്ലാം വലുത് അവർക്കവരുടെ ഭർത്താക്കന്മാർ മാത്രമാണല്ലോ. ടീച്ചർ എനിക്കങ്ങനെ ഒരു ഫോൺ ചെയ്യാൻ കാരണം? ധനപാലൻ എന്തോ എന്നോട് പറഞ്ഞു. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തെ ഒരു ക്ഷോഭത്തിന് ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു പോയതാണ് സർ. സാറത് കാര്യമാക്കണ്ട. ധനപാലൻ എന്താണ് ടീച്ചറോട് പറഞ്ഞത്? ദയവായി സാറിനെ എന്നോടൊന്നും ചോദിക്കരുത്. എന്റെ രേണുക എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി രാധിക കൂടി ഇല്ല. എനിക്കിനി അതുകൂടി കാണാനുള്ള കരുത്തില്ല. എല്ലാത്തിനും കാരണക്കാരൻ അവനാ, ആ ശ്യാമപ്രസാദ്. അവനാണ് എന്റെ കുടുംബം നശിപ്പിച്ചത്, എന്റെ രേണുക മോളുടെ ജീവിതം നശിപ്പിച്ചത്, എനിക്ക് ആരും ഇല്ലാതാക്കിയത്. അവനെ അറസ്റ്റ് ചെയ്യാൻ സാറിന് കഴിയുമോ? അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ടീച്ചർ. അതിന് ചില കാര്യങ്ങൾ കൂടി എനിക്ക് ടീച്ചറോട് ചോദിച്ചറിയാനുണ്ടായിരുന്നു. വേണ്ട, എനിക്കിനി ഒന്നും പറയാനില്ല. ഇത്ര കാലവും എന്റെ രേണുക മോള് തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു എന്റെ പ്രതീക്ഷ. ഒടുവിൽ എനിക്ക് ആ പ്രതീക്ഷയും നഷ്ടമായി. ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് സർ? ഇല്ല, എനിക്കിനി ഒന്നും പറയാനില്ല. എന്റെ മോള് പോയി, അവൾ എന്നെ വിട്ടുപോയി. സുബ്രഹ്മണ്യ അയ്യങ്കാർ. അയ്യനൊന്ന് കൂപ്പിടും. എന്തു വേണം? അത് എനക്ക് വന്ന് സാറിനൊന്ന് പാക്കണം. ഗിരി ഇവിടെ ഇല്ലല്ലോ, ഓഫീസിൽ പോയിരിക്ക. ഇനി വൈകിട്ടേ വരൂ. ഒരു മുഖ്യமான விஷயம் ഗിരി സാർക്കിட்ட சொல்ல വേണം. அதுக்கு தான் வந்திருக்கேன். നിങ്ങൾ പോയിട്ട് വൈകിട്ട് വരൂ. ഗിരി സാറിന്റെ പൊണ്ടാട്ടിയൊക്കെ ഇല്ലയാ? അമ്മക്ക് എന്നെ നല്ല തെരിയും. ആരെ ഗംഗേജി? ഞാൻ താനമ്മ അയ്യർ, സുബ്രഹ്മണ്യ അയ്യങ്കാർ. ஐயர் வந்தோன்னு ஹஸ்பண்ட் கிட்ட சொல்லிய போதும். கண்டிப்பா பார்க்க வேணும்னு சொல்லணும். ആരാ ശലു ഇത്? നീ എന്താ വല്ലാതെ നിൽക്കുന്നേ? எல்லாமே கிரி சாருக்கு புரியும். அம்மா சாரோடு கேட்டு பாரு. அப்ப நான் வரட்டுமா? ആരാ ശലു അയാള്? നീ വല്ലാതെ ഭയന്ന മട്ടുണ്ടല്ലോ. അയാൾ എന്തിനാ ഗിരിയെ കാണുന്നത്? എനിക്കൊന്നും അറിയില്ല ഗംഗേജി.